ഇരട്ടച്ചങ്കന്റെ ചങ്ക് ഇത്രയും വലുതാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം എന്നെ 10 പറയുന്നത് ഞാൻ തന്നെ ചെന്നിരുന്ന് കാണട്ടെ എന്നാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഭാര്യ മക്കളും കുടുംബത്തോടൊപ്പം എന്നെ പൃഥ്വിരാജ് 10 പറയുന്നത് നിങ്ങളെയും കൂടെ കേൾപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഷോ എമ്പുരാൻ കാണാൻ വേണ്ടി പോവുകയാണ്. അതായത് 17 സീൻ കട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാൻ എഴുന്നള്ളുകയാണ് കാണാനായിട്ട്. ഇരട്ടച്ചങ്കന്റെ ഒരു ചങ്ക്, ഒരു ഒന്നൊന്നര ചങ്ക് തന്നെ. എമ്പുരാൻ കാണാൻ തമ്പുരാൻ വന്നു എന്നാണ്. അപ്പോൾ ഈ പ്രാസം അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഈ റീ എഡിറ്റിംഗ് വരുന്നതിന് മുമ്പുള്ള ഓടിത്തള്ളിപ്പോയി എമ്പുരാൻ്റെ പൂർണ്ണരൂപം കാണാൻ പോയി. അദ്ദേഹം അതിനുശേഷം അതേപ്പറ്റി കമൻ്റൊന്നും അടിച്ചില്ല. ഏതായാലും ഇതൊരു പൊളിറ്റിക്കൽ സിനിമയാണല്ലോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവത്തെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നത് അത് ഏത് തരത്തിലാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം എന്താ പാഠം ഉൾക്കൊള്ളുന്നതെന്ന് അദ്ദേഹത്തിനെ അറിയുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രമേയം ത്തിൽ വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ ഗോകുലം ഗോപാലനാണ് ഈ സിനിമയുടെ പ്രചാരകനും വിതരണക്കാരനും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ അദ്ദേഹത്തിന്, അതിലെ പല ആളുകളും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജൊക്കെ ഇടതുപക്ഷ സഹയാത്രികരായിട്ട് കരുതപ്പെടുന്ന ആളുകളുമാണ്. അപ്പോൾ അതിൽ മോഹൻലാലിനോട് മാത്രമേ ഒരുപക്ഷേ എന്തെങ്കിലും ഒരു അതൃപ്തിയോ ഒരു അസഹിഷ്ണുതയോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് തോന്നാനിടയുള്ളൂ. കാരണം മോഹൻലാൽ അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേദികളിൽ ചെന്ന് പിന്തുണ അറിയിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും, അത് അദ്ദേഹം സ്വകാര്യമായി ഉള്ളിൽ സൂക്ഷിക്കും. മതവിശ്വാസം പോലെ അതൊക്കെ സ്വന്തം കാര്യം, സ്വകാര്യം. പക്ഷേ ഈ സിനിമ കാണാൻ പോയ മുഖ്യമന്ത്രി അതിൽ തന്നെപ്പറ്റി ഒരു ചിത്രീകരണം ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും കാണുന്നതിന് മുമ്പ് തന്നെ. കാരണം ഇദ്ദേഹത്തിന് കാരണഭൂതൻ എന്ന് പറഞ്ഞൊരു പാട്ട് ഓർമ്മയുണ്ടല്ലോ. നെയ്യാറ്റിൻകരയിലെ സ്ത്രീകൾ തിരുവാതിര കളിച്ച് അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തിയ ഒരു രംഗം, അതേക്കുറിച്ച് ഒരു പരാമർശം ഈ സിനിമയിലുണ്ട്. ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഇടതുപക്ഷത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ വളരെ കേമനാണ്. ലെഫ്റ്റ് റൈറ്റ് എന്ന സിനിമ, പിണറായിയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തെക്കുറിച്ച് അവതരിപ്പിക്കപ്പെട്ട സിനിമ തിയേറ്ററിൽ 4-ാം ദിവസം മുതൽ കാണാതായി. കേരളത്തിൽ ഏതാനും വർഷം മുമ്പ് ആ സിനിമ ആൾ ഓഫ് എ സഡൻ തിയേറ്ററിൽ നിന്ന് നിഷ്ക്രമിച്ചു പോയി. പക്ഷേ അതിൻ്റെ ശില്പികൾക്കൊന്നും ഒരു പരാതിയില്ല. അപ്പോൾ അതെവിടെയോ ഡീൽ ചെയ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എടുത്ത ആളായതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും തനിക്കെതിരെയും കാണും എന്ന ശുഭപ്രതീക്ഷയോടെയാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഈ എമ്പുരാൻ കാണാൻ പോയത്. അദ്ദേഹത്തിൻ്റെ എഴുന്നള്ളത്തിന് ഒരു തമ്പുരാൻ വരവ് പോലെയാണ് തിയേറ്ററിൻ്റെ പരിസരത്തും അതിൻ്റെ ഭാരവാഹികളും ഒക്കെ ലുലു മാളിൽ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. അപ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ടിറങ്ങിയിട്ട് എന്താണ് ഇതിൻ്റെ റിയാക്ഷൻ എന്ന് നമുക്ക് ഇതുവരെയും അറിയാൻ പറ്റിയില്ല. അദ്ദേഹം അങ്ങനെ മാധ്യമങ്ങളോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന ആളല്ല. ഇപ്പം അദ്ദേഹത്തെ സമീപിച്ചൊരു പ്രതികരണം എടുക്കാനുള്ള ധൈര്യവും നമ്മുടെ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർക്കാർക്കും ഇപ്പോൾ ഇല്ല. അല്ല, ഇങ്ങനെ ചിന്തിക്കുമോ സാറിയെ, മോദിയെ പറഞ്ഞല്ലോ, എനിക്കിട്ട് മാത്രമല്ലല്ലോ കൊട്ടവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചൊന്ന് സമാധികരിക്കാം എന്നുള്ള ലെവലായിരിക്കും. അല്ല, കേരളത്തിൽ അദ്ദേഹത്തിന് മുഖ്യ ശത്രു മോഡിയല്ല, സുധാകരനാണ്. അപ്പോൾ അവരെ കുറിച്ചൊന്നും ഇതിനകത്തൊന്നും വരാനുള്ള സാഹചര്യമൊന്നും. അതാണ് സാർ ഞാൻ ചോദിക്കുന്നത്, ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് എന്തുകൊണ്ട്, എന്നാ പിന്നെ അതും എവിടെയെങ്കിലും കുത്തിക്കയറ്റേണ്ടതല്ലേ? കേരളത്തിൽ വരുന്നില്ലാന്നേ ഉള്ളൂ. അടിയന്തരാവസ്ഥ വളരെ പഴയ ഒരു സംഭവമായതുകൊണ്ട്. അല്ല, പൃഥ്വിരാജിന് ഇത്രയും രാഷ്ട്രീയ അവബോധം ഉണ്ട് എങ്കിൽ ഗുജറാത്ത് കലാപം മാത്രമല്ലല്ലോ, ഇവിടെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നടന്നിട്ടില്ലേ? ഇത് ഫിനാൻസ് ചെയ്യുന്നവർക്ക് അടിയന്തരാവസ്ഥ അവർക്കുള്ള ഒരു ലക്ഷ്യമോ വിഷയവുമോ അല്ല. അപ്പോൾ അവർക്കിത് ഉപയോഗിക്കേണ്ടത് മോഡിയെയും മോഡി പ്രസ്ഥാനത്തെയും BJPയെയും ഹിന്ദുത്വ സംഘടനകളെയും ടാർഗറ്റ് ചെയ്യണം, അവരെ ആക്ഷേപിക്കണം, ഹിന്ദു സമൂഹത്തെ ഇടിച്ചു താഴ്ത്തണം, എന്നിട്ട് ഈ പാൻ ഇസ്ലാമിക് കൊടി സ്ഥാപിക്കണം. അതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. അതിൻ്റെ വക്താക്കൾ പിന്നെ ഒത്താശ ലഭിക്കുന്ന ആശയങ്ങളാണിതെല്ലാം. ഇത് ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിലൂടെയും വരും, തീവ്രവാദ മുസ്ലിം പ്ലാറ്റ്ഫോമുകളിലൂടെയും വരും, ജമാഅത്തെ ഇസ്ലാമിയിലൂടെയൊക്കെ വരും, പല രൂപത്തിൽ വരും ഇത്. അപ്പോൾ അതിലെ ഒരു
മുല്ലായുടെ റോളാണ് പൃഥ്വിരാജ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മുഖ്യമന്ത്രി സിനിമ കണ്ടു. നമ്മൾ പലതും ജനങ്ങളാണ് സിനിമയെല്ലാം കാണുന്നത്, പക്ഷേ സർക്കാർ സിനിമ കാണാൻ വന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും. കേരള സർക്കാർ എമ്പുരാൻ കണ്ടു. അദ്ദേഹത്തിന് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് തനിക്കെതിരായ ഈ വിമർശനം സഹിഷ്ണുതയോടെ കാണാൻ പറ്റും. കാരണം പണ്ടേ ഒരു പറച്ചിലുണ്ടല്ലേ, എമ്പുരാൻ ചവിട്ടിയാൽ തമ്പുരാന് നോവില്ല. അങ്ങനെ അദ്ദേഹം സമാധാനിക്കുന്നുണ്ടാവും. സാർ, ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. അത് ഇവിടെ പോയി ഇറക്കാൻ ആരും സമ്മതിച്ചില്ല. വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി, പക്ഷെ അത് പ്രദർശിപ്പിച്ചു. വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി. വലിയ അന്ന് സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല. അന്ന് സിനിമ പല തലങ്ങളിൽ അത് ചർച്ച ചെയ്യുന്നു. അത് തെറ്റായ സന്ദേശങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആർഷവിദ്യാ സമാജത്തിൽ പോയാൽ അതിന്റെ തെളിവുകൾ പൂർണ്ണമായി നമ്മുടെ കൺമുന്നിലുണ്ട്. അത് നമുക്ക് കാണാനും സാധിക്കാം. അന്ന് അത്തരം സിനിമകൾ ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു പ്രശ്നമുണ്ടല്ലോ, അതെന്താണ് ഇവിടെ വരുമ്പോൾ ഉണ്ടാകാത്തത്? അത് കേരളത്തിലെ മാധ്യമങ്ങളും ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു നറേറ്റീവിൻ്റെ പ്രത്യേകത അതാണ്. കേരള സ്റ്റോറി സിനിമ കേരളത്തിന് പുറത്ത് ഭയങ്കരമായി ആസ്വദിക്കപ്പെടുകയും വലിയ അളവിൽ കൈയടിക്കുകയും ചെയ്തൊരു സിനിമയാണ്. വിദേശത്ത് പോലും അതിന് വലിയ പ്രേക്ഷക സമൂഹം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ ജിഹാദി, ഈ പെൺകുട്ടികളെ ലവ് ജിഹാദിൽ കുടുക്കി തകർക്കുന്ന ഒരു ലോബിയെ പറ്റിയായിരുന്നല്ലോ ആ സിനിമ. ആ സിനിമയുടെ പ്രമേയവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും സത്യസന്ധമായിരുന്നു. അതിന് കലാപരമായ മൂല്യവും ഉണ്ട്. അതിൽ പറയുന്ന പ്രമേയത്തിന് ഉപരി അത് കൈകാര്യം ചെയ്ത രീതി, സിനിമ എന്ന ആർട്ട് വർക്കിനെ പറ്റി അറിയാവുന്നവർക്ക് അത് ഒരുപക്ഷെ ഉന്നത ക്ലാസിക്കൽ സിനിമയൊക്കെ എടുത്ത ആളുകൾക്ക് പോലും അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ഉയർന്ന സമീപനമുണ്ടായിരുന്നു. നമ്മൾ ബെർണാഡോ ബെർട്ടലുച്ചിയൊക്കെ ഈ പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ സിനിമ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എംപറർ പോലെയുള്ള സിനിമ. അത്തരത്തിലുള്ള ഒരു പ്രമേയാവിഷ്കാരം കേരള സ്റ്റോറിക്ക് ഉണ്ടായിരുന്നു. കേരള സ്റ്റോറിയിലെ ലവ് ജിഹാദ് എന്ന വിഷയത്തിൻ്റെ കാഠിന്യം അത് സമൂഹത്തിൽ ദോഷകരമായി ദോഷകരമായി ബാധിക്കുന്ന ആളുകൾ, അവർ ഫിനാൻസ് ചെയ്യുന്ന ആളുകളായിരുന്നു ഇതിനെ സംഘടിതമായി എതിർത്തത്. ദൗർഭാഗ്യവശാൽ ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു മാധ്യമ സംസ്കാരം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ അതിൻ്റെ പ്രദർശനത്തിന് ആദ്യഘട്ടത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടായതും. പക്ഷേ കാണേണ്ടവരെല്ലാം ആ സിനിമ കണ്ടു. അതെ, അത് ഹോസ്റ്റലുകളിലും സ്വകാര്യ പ്രദർശനശാലകളിലും അത്തരം സിനിമകൾ കുറെ പെൺകുട്ടികൾക്കിടയിൽ, ഇത്തരം മതം മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ കുറെ അവബോധം ഉണ്ടാക്കാൻ അത്തരം സിനിമകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഗംഭീര ഇമ്പാക്റ്റ് സിനിമയ്ക്ക് ഉണ്ടായി. സിനിമയുടെ കലാമൂല്യവും മെച്ചമായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഞാൻ ബെർണാഡോ ബെർട്ടലുച്ചിയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു ഉന്നതമായ കലാപ്രവർത്തനമായി ആ സിനിമയെ കാണാവുന്നതാണ്. അതിൻ്റെ പ്രമേയത്തിനുപരിയാണത്. പിന്നെ പ്രമേയത്തിൻ്റെ തീവ്രതയും അതിശക്തമാണത്. കേരള സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യമാണത്. ഇന്നും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. എത്രയോ പെൺകുട്ടികൾ, 650 പെൺകുട്ടികൾ ഈ തരത്തിൽ ഈ അടുത്ത കാലത്ത്, സമീപ ഭൂതകാലത്ത് ഈ തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രേമം നടിച്ച് ചതിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അതിൻ്റെ കഥയാണത്. എന്തായാലും കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. എമ്പുരാൻ്റെ വഴി എങ്ങോട്ടാണ്? അതെ.